കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ 33ാമത് ഇടുക്കി ജില്ലാ സമ്മേളനം അടിമാലിയിൽ നടന്നു. അഡ്വക്കേറ്റ് എ രാജ MLA പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രതിനിധി സമ്മേളനം സംഘടന ജനറൽ സെക്രട്ടറി ആർ രഘുനാഥൻ നായർ ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ സംസ്ഥാന സമ്മേളനം ഏപ്രിൽ 27 മുതൽ 30 വരെ തീയതികളിൽ എറണാകുളത്ത് വെച്ചാണ് നടക്കുന്നത്. ഇതിന് മുന്നോടിയായിട്ടാണ് സംഘടനയുടെ 33ാമത് ജില്ലാ സമ്മേളനം ഇന്ന് അടിമാലിയിൽ നടത്തിയത്. 10 വർഷത്തിന് ശേഷമാണ് സംഘടനയുടെ ജില്ലാ സമ്മേളനത്തിന് അടിമാലി വേദിയായത്. അടിമാലി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പൊതുസമ്മേളനം അഡ്വക്കേറ്റ് എ രാജ MLA ഉദ്ഘാടനം ചെയ്തു. ജാതിമത വ്യത്യാസമില്ലാതെ, പദവികളുടെ വ്യത്യാസമില്ലാതെ ഇവിടെ ഇരിക്കുന്ന ആളുകളെല്ലാം സർവീസ് സമയത്ത് വിവിധമായിട്ടുള്ള പദവികൾ അലങ്കരിച്ച ആളുകളാണ്. നമ്മുടെ അവകാശങ്ങൾ ആദ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി, പിന്നീട് ആ അവകാശങ്ങൾ ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സമ്മേളനത്തിന് മുന്നോടിയായി രാവിലെ 9:30 ഗവൺമെന്റ് ഹൈസ്കൂൾ പരിസരത്ത് നിന്ന് പെൻഷൻ കുടുംബാംഗങ്ങൾ അണിനിരക്കുന്ന പ്രകടനം ആരംഭിച്ചു. പ്രകടനം പഞ്ചായത്ത് ഗ്രൗണ്ടിൽ സമാപിച്ച ശേഷം ജില്ലാ പ്രസിഡന്റ് KK സുകുമാരൻ പതാക ഉയർത്തി. തുടർന്ന് അടിമാലി ബ്ലോക്ക് സാംസ്കാരിക വേദിയുടെ കലാകാരന്മാർ ആലപിച്ച സ്വാഗതഗാനത്തോടെ ഉദ്ഘാടന സമ്മേളനം ആരംഭിച്ചു. സംഘടനാ ജില്ലാ പ്രസിഡന്റ് KK സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ, MJ ലിലി, VK മാണി, VV ഫിലിപ്പ്, KM ഗോപി, AN ചന്ദ്രബാബു തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിൽ വിവിധ ആളുകൾക്ക് ആദരവൊരുക്കി. പ്രതിനിധി സമ്മേളനം സംഘടനാ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ രഘുനാഥൻ നായർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി AN ചന്ദ്രബാബു റിപ്പോർട്ടും ജില്ലാ ട്രഷറർ T ചെല്ലപ്പൻ കണക്കും അവതരിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം MS ചന്ദ്രൻ വരണാധികാരിയായി തെരഞ്ഞെടുപ്പ് നടന്നു. സംഘടനയ്ക്ക് ജില്ലയിൽ മാത്രം 7000-ലധികം അംഗങ്ങളുണ്ട്. ഇടുക്കി വിഷൻ ന്യൂസ്, അടിമാലി.